കാലത്ത് എണീറ്റപ്പോൾ തന്നെ നല്ലൊരു മഴക്കാറും നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു തണവും ഉണ്ട്. കൊടും ചൂടിലൊരു മഴ കിട്ടണമെങ്കിൽ നല്ലൊരു ആശ്വാസമായി. ചൂട് അത്രയും സഹിക്കാൻ പറ്റാതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കാലത്ത് ചായയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോവാണ്. ആദ്യമൊക്കെ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ആയിട്ട് മസാല ദോശ കഴിക്കാറ്. ചെറുപ്പത്തിലൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓർമ്മ ഒരു മസാല ദോശ തന്നെ കേട്ടോ. ആദ്യമൊന്നും മസാല ദോശ ഒന്നും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഉണ്ടാക്കാൻ പഠിച്ചോട് കൂടി പുറത്തത്തെ മസാല ദോശ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ലാന്ന് തോന്നി തുടങ്ങി. വീട്ടിലുണ്ടാക്കുന്ന മസാല ദോശ ഭയങ്കര ടേസ്റ്റ് ഒന്നും തോന്നി തുടങ്ങിയിട്ടാ. ദോശയുടെ ഒപ്പം തന്നെ നമ്മളെ തേങ്ങ ചട്നി അതുപോലെ മുളക് ചമ്മന്തി ഒക്കെ വേണമെന്നെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. തേങ്ങ ചട്നി ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ അതുപോലെ തന്നെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ ചട്നിൻ്റെ കടുകൊന്നും മറക്കണില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ അത്യാവശ്യം എണ്ണയൊക്കെ ഇതിലുണ്ടാവും. ചമ്മന്തി ഉണ്ടാക്കുന്നത് മോളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അവള്. അത് ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരാൾക്ക് ഒന്ന് തന്നെ ധാരാളം, വലിയ ദോശയാണ്. അപ്പോൾ ഇതേ ചമ്മന്തി എടുത്തിട്ടുണ്ട്, ചട്നി എടുത്തിട്ടുണ്ട്. ചൂട് കൊടുക്കണം തന്നെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തനതായ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇതേ രേസോട്ട് എന്തേ ചമ്മന്തിയിലും മുക്കി ചട്നിയിലും മുക്കി കഴിക്കണം കേട്ടോ.